അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്ത് ഹൂദിലെ 79, 80 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ് وإنك لتعلم ما نريد قال لو أن لي بكم قوة أو آوي إلى ركن شديد قالوا അവർ മറുപടിയായി പറഞ്ഞു, ലഖദ് അലിംത തീർച്ചയായും നിനക്കറിയും, മാ ലന ഞങ്ങൾക്കില്ല, ഫീ ബനാതിക നിന്റെ പെൺമക്കളുടെ കാര്യത്തിൽ മിൻ ഹഖിൻ ഒരു താല്പര്യവുമില്ല, വ ഇന്നക തഅലമു തീർച്ചയായും നിനക്കറിയും, മാ നുരീദ് ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയും. ഖാല അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന ലീ എനിക്ക് തീർച്ചയായും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ബിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഖുവ്വത്തൻ ഒരു ശക്തി, ഔ അല്ലെങ്കിൽ ആവി എനിക്ക് അഭയം തേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഇലാ റുക്നിൻ ഷദീദ് ശക്തമായ ഒരു താങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു അവലംബത്തിലേക്ക്. റുക്കിൻ എന്നൊരു താങ്ങ്, ഒരവലംബം, ഒരു സഹായം എന്നുള്ള അർത്ഥം. ഒന്നുകൊണ്ട് അർത്ഥം പറയാം. ഖാലു അവർ പ്രതികരിച്ചു, ലഖദ് അലിംത തീർച്ചയായും നീ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നീ അറിഞ്ഞിട്ടുണ്ട്, മാ ലന ഞങ്ങൾക്കില്ല, ഫി ബനാതിക നിന്റെ പെൺമക്കളുടെ കാര്യത്തിൽ മിൻ ഹഖിൻ ഒരു താല്പര്യവുമില്ല. ഹക്ക് പറഞ്ഞാൽ അവകാശം, ബാധ്യത, സത്യം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ സാന്ദർഭികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക താല്പര്യമില്ല. വ ഇന്നക ലതഅലമു തീർച്ചയായും നീ അറിയുന്നുണ്ട്, മാ നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ നിന്റെ പെൺകുട്ടികളെ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമില്ല. ഖാല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ, വളരെ ദയനീയമായൊരവസ്ഥ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ലൗ അന്ന ലീ ബിക്കും ഖുവ്വ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ തടുത്തു നിർത്താൻ, നിങ്ങളുടെ വിഷയത്തിൽ എനിക്കൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, ഔ അല്ലെങ്കിൽ ആവി ഇലാ റുക്നിൻ ആവി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മഅ്വ എന്ന കേന്ദ്രം, സങ്കേതം എന്നൊക്കെയാണല്ലോ. മഅ്വാഹും ജഹന്നമു എന്നൊക്കെ നമ്മൾ പഠിക്കും. അതെന്നുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള വാക്ക് തന്നെയാണ് ആവി. ഞാൻ അഭയം തേടും, എനിക്ക് ചെന്ന് സങ്കടം പറയാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ, എനിക്കൊരു പിൻബലം കിട്ടാൻ ആരെങ്കിലും. ഇല്ല റുക്കിൻ, റുക്കിൻ എന്ന തൂണാണ്, ചാരി നിൽക്കാനൊരു തൂണ്, ആ റുക്കിന് അവലംബം അല്ലെങ്കിൽ താങ്ങ്. എനിക്കൊരു താങ്ങായിട്ട്, ഒരു അവലംബമായിട്ട്, ഒരു തൂണായിട്ട്, ഒരു താങ്ങായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ. അള്ളാഹു ഇല്ല എന്നല്ല പറഞ്ഞതിനർത്ഥം, എന്നാലും ദുനിയാവിൽ ആരെങ്കിലും എന്നെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ, അതാണ് റുക്നുൻ ഷദീദ് ശക്തമായൊരു താങ്ങുണ്ടായിരുന്നുവെങ്കിൽ. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല, അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യം. പിന്നെ ആ ജനങ്ങൾ ഒന്നാകെ ധൃതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വഷളാക്കൽ നിങ്ങൾ ആൾക്കാർ, വിരുന്നേരാണ് ഈ വന്നിരിക്കുന്നത്, എന്നെ മാനം കെടുത്തരുത്. വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, അവർ വിവാഹം കഴിച്ചുകൊണ്ടല്ലേ കുടുംബജീവിതം നയിക്കേണ്ടത്, അതല്ലേ അത് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. നിങ്ങളിൽ ഒരാളെങ്കിലും ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന വിവേകമുള്ള ആളില്ലെയോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരതിന് പറഞ്ഞ മറുപടി വളരെ ആശ്ചര്യജനകമാണ്. ഇതിൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാം, അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
പിന്നെ അദ്ദേഹം പറയുന്നത് കാലലൗ അന്നലീബിക്കും കുവ്വ. അതിൻ്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നമുക്ക് മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. ലൗ അന്നലീബിക്കും കുവ്വ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, ഔ ആവിയില റുക്നിൻ ഷദീദ്, അല്ലെങ്കിൽ ഒരു ശക്തമായ താങ്ങിലേക്ക് എനിക്കൊന്ന് അഭയം തേടാൻ സാധിച്ചിരുന്നു. ഈ പ്രവാചകന്മാരുടെ പരീക്ഷണം പല സന്ദർഭങ്ങളിലും വളരെ കടുത്തതായിരിക്കും. അവർ നേരിടേണ്ടി വരുന്ന പരീക്ഷണം വളരെ കടുത്ത, അങ്ങേയറ്റം പേടിക്കേണ്ടി വരുന്ന സന്ദർഭം. ഇപ്പോൾ സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ പരീക്ഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന് പറയുമ്പോൾ നമ്മളിത് കഴിഞ്ഞ അടുത്ത സൂറ തന്നെയല്ല യൂസുഫ്. അതിൽ 110 ആയത്തിൽ അതിൽ നോക്കുകയാണെങ്കിൽ ഹത്താ ഇത് യൂസുഫ് നബി അലൈഹി സ്വലാം നേരിട്ട പരീക്ഷണത്തിൻ്റെ കാഠിന്യം എത്രയായിരുന്നു. അദ്ദേഹം എത്രാമത്തെ വയസ്സിലെ കിണറ്റിലെറിയപ്പെടുന്നത്? ഒരു 12 മുതൽ 17 വയസ്സ് വരെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിൻ്റെ ഒരു ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, സഹോദരന്മാരുടെ കൂടെ കളിക്കാൻ പോകുന്ന ഒരു കുട്ടി, ഇവരെല്ലാവരും കൂടെ പിടിച്ചവനെ കിണറ്റിക്ക് ഇടുകയാണ്. അതൊരു പൊറ്റ കിണറ്റിക്ക്, ആരും വരാൻ സാധ്യതയില്ലാത്ത. പിന്നെ അദ്ദേഹം അങ്ങനെ അടിമയായി മാറുകയാണ്. അടിമയായി മാറിയിട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുകയാണ്. പിന്നെ കൊട്ടാരത്തിലെത്തുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് ജയിലിലെത്തുകയാണ്. ജയിലിൽ അദ്ദേഹം അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരി വരെ ആവുന്നത്. മൂസ നബി അലൈഹിസ്സലാമയുടെ പരീക്ഷണം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പേടിച്ചരണ്ട വിധത്തിലായിരിക്കും അദ്ദേഹം ഒരു കൊലപാതകം നടത്തി. കൊലപാതകം യാദൃച്ഛികമായി സംഭവിച്ചതാണ്. എന്നിട്ട് നാട് വിട്ടു പോകേണ്ടി വരിക, എന്നിട്ട് 10 കൊല്ലം ആടിനെ മേയ്ക്കേണ്ടി വരിക. ഇങ്ങനെ പ്രവാചകന്മാർക്ക് ചിലപ്പോൾ അത് റസൂൽ കഠിനമായ പരീക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉഹദ് യുദ്ധത്തിനോടനുബന്ധിച്ചാണെന്നും അല്ല ഖന്തഖ് യുദ്ധത്തിനോടനുബന്ധിച്ചാണെന്നും സൂറത്ത് അൽ-ബഖറ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മത്താ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം കിട്ടുക എന്നിട്ട്. അത്രത്തോളം കഠിനമായ പരീക്ഷണങ്ങൾക്ക് പ്രവാചകന്മാർ വിധേയമായി. വിശ്വാസത്തിൻ്റെ കരുത്തിനനുസരിച്ച് ചിലപ്പോൾ പരീക്ഷണങ്ങളുടെ തോതും കാഠിന്യവും കൂടും, വിശ്വാസം കറകളഞ്ഞെടുക്കും. ഇവിടെ ഇപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം അനുഭവിക്കുന്ന പരീക്ഷണം, വീട്ടിലേക്ക് അതിഥികൾ വന്നിരിക്കുക, അവരെ പിടിക്കാൻ നാട്ടുകാർ മുഴുവനും വീട് വളഞ്ഞിരിക്കുക, ഇദ്ദേഹം ഒറ്റക്ക്. ആ കൂട്ടത്തിൽ നിന്ന് ആരും ഒരു സഹായം, നാവുകൊണ്ടൊരു സഹായമെങ്കിലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൗ അന്ന ലീബിക്കും ഖുവ്വത്തൻ വഅവീല റുക്നിൻ ഷദീദ് എന്ന വിലപിക്കാൻ. പക്ഷേ അതോടുകൂടി പിന്നെ എന്താ ഉണ്ടായത്? അടുത്ത വാചകത്തിൽ അത് പറയുന്നുണ്ട്. വന്ന വിരുന്നുകാർ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇവർ ഞങ്ങളെ തൊടുവൊന്നുമില്ല, തൊടൂല, ഞങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ദൂതന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അതുവരെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പറയുമ്പോഴാണ്. അപ്പം അത്രയും വെപ്രാളപ്പെട്ട് സ്വന്തം വീട്ടിനകത്ത് അദ്ദേഹം ബേജാറായി. നാട്ടുകാർ മുഴുവനും ഈ അതിഥികളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. അപ്പോൾ വേദനയോടുകൂടി അള്ളാഹുവിനോട് അദ്ദേഹം കേഴുകയാണ്. അപ്പം മലക്കുകൾ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങളെ ഒരു തൊടൂല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒന്നുകൂടി അർത്ഥം പറയാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കടുത്ത പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരും ചിലപ്പോൾ വിശ്വാസികൾ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ള. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിശ്വാസികൾ വിധേയരാകും. അതിൽ വെപ്രാളപ്പെടുകയല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അഭയം തേടുകയാണ് വേണ്ടത് എന്നാണ് സൂചന. ഖാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത, ലഖദ് ലാ എന്നാലും ഖദ് എന്നാലും നിശ്ചയം തന്നെ, തീർച്ചയായും, അതായത് നിനക്ക് എന്തായാലും അറിയാമല്ലോ. മാ ലനാ ഫി ബനാത്തിക മിൻ ഹക്ക്, നിൻ്റെ ഭാര്യ, നിൻ്റെ പെൺമക്കളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെൺമക്കളെ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുക എന്നുള്ളതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നൊക്കെ തായ്ലമുവാൻ ഒരു ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയുകയും ചെയ്യാം. പിന്നെ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരം കളയട്ടെ നമ്മൾ. അപ്പോൾ അദ്ദേഹം പറയാണ്,
ഖാല അദ്ദേഹം പറഞ്ഞു ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു കരുത്ത്. അദ്ദേഹത്തിന് ഇവരെല്ലാവരും കൂടി നേരെയുള്ള ആളെ മെയ്ക്കരുത്തില്ല, കുടുംബത്തിൻ്റെ കരുത്തുമില്ല. കുടുംബത്തിലുള്ളത് പെണ്ണുങ്ങളാണ് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത്. പെണ്ണുങ്ങൾ ഇവരെ വിളിച്ചു വരുത്താൻ വേണ്ടി ഒരുങ്ങിയ ആളാണ്. പിന്നെ ഉണ്ടാവേണ്ടത് നാട്ടുകാരുടെ സംഘബലമാണ്, പാർട്ടി ബലമാണ്. ഒന്നുകിൽ സ്വയം കായിക ബലം വേണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പിന്തുണ വേണം, അതല്ലെങ്കിൽ സംഘബലം, നാട്ടുകാരുടെ പാർട്ടിക്കാരുടെ, ഇതൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെപ്രാളം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണല്ലോ, വന്നരീപിക്കും കുവ്വത്തൻ, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കരുത്തുണ്ടായിരുന്നുവെങ്കിൽ, ഔ ആവി ഇല റുക്കിനിൻ ഷദീദ്, അല്ലെങ്കിൽ അതിശക്തമായ ഒരു അവലംബത്തിലേക്ക് എനിക്ക് ചായാൻ കഴിഞ്ഞു, അഭയം തേടാൻ അഭയം തേടി, ഞാൻ അഭയം തേടി, എനിക്ക് അഭയം തേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞു. അപ്പോഴാണ് തുടർന്ന് വരുന്ന ഖാലു യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക്, തുടർന്ന് മലക്കുകൾ പറഞ്ഞത് ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അകപ്പെടുത്താതെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവൽ തരുമാറാകണേ. അല്ലാഹ് എന്നും ഹലാലായ മഈഷത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഞങ്ങളുടെ മരുമക്കൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിങ്ങൾ സഹായിക്കുമാറാകണം. ഒരുപാട് കുറ്റങ്ങളുണ്ട് രക്ഷിതാവേ, ഒരുപാട് ന്യൂനതകളുണ്ട്, എല്ലാം നീ മറച്ചു വെക്കണം, നീ മായ്ച്ചു കളയണം. പരലോകത്ത് ഞങ്ങളെ നീ വഷളാക്കരുത്. റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ